പ്രേക്ഷകരെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമയിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും മനോജ് കെ ജയൻ എന്നൊരു നടൻ അഭിനയിക്കുന്നത്. അത്തരത്തിൽ ഈ സിനിമയിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണോ? കാരണം ഇല്ല, ഇതിനു അങ്ങനെ ഒരു മുൻപേ ഇറങ്ങിയ രേഖാചിത്രം അതുപോലത്തെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ ഒരു കഥാപാത്രമായിരുന്നു. അല്ല, അങ്ങനെ എല്ലാ സിനിമയിലും അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ടേണിംഗ് പോയിന്റ് ഇയാള് വന്ന ടേണിംഗ് പോയിന്റ് ഉണ്ട് എന്ന് കരുതുന്നൊരു ഇമേജിലേക്ക് നമ്മൾ കുടുങ്ങിയ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് ലവ്ലി എന്തായാലും അങ്ങനെ ടേണിംഗ് പോയിന്റും പരിപാടിയൊന്നും എന്നിലൂടെ വരുന്നില്ല. ഞാൻ ഇതിൻ്റെ അകത്തുള്ള വളരെ സജീവമായിട്ടുള്ളൊരു കഥാപാത്രമാണെന്നുള്ളൂ. പക്ഷേ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ഈ മജിസ്ട്രേറ്റ് ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മേളിലിങ്ങനെ ഇരുന്നിട്ട് വലിയ ഓർഡർ എടുക്കുക, ഓർഡർ പ്രൊസീഡ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ആജ്ഞാപിക്കുന്ന ടൈപ്പുള്ള ക്യാരക്ടർ കോർട്ടിലൊന്നും അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം വക്കീലന്മാരൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു പുതുമയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത്. പിന്നെ എനിക്കൊരു ഫാമിലി ഉണ്ട്. അത് അത് വേറൊരു ട്രാക്കാണ്. ഇത് 2-3 ട്രാക്കുണ്ട് എനിക്ക്, 3 ലെയറുണ്ട് ഈ ക്യാരക്ടർ. രസമുള്ളതാണ്. എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ക്യാരക്ടറാണ്. പിന്നെ എനിക്കിത് വളരെ പുതുമയുള്ള ഒരു സെറ്റാണ്. എനിക്ക് ഇവിടെയുള്ള എല്ലാം എനിക്ക് പുതിയ ആൾക്കാരാണ്. അവരെല്ലാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ളവരാണ്. ആഷിഖ് കപൂറും ദിലീഷും ഒക്കെ, മാത്യു ഒക്കെ. പക്ഷേ ഞാൻ ഇവരുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷമാണ് എനിക്ക് പ്രത്യേകമായിട്ടുള്ളത്. ലവ്ലി ഈച്ചയടക്കം. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ റോഷൻ ആൻഡ്രൂസിനൂടെ വർക്ക് ചെയ്തപ്പോൾ ചേട്ടൻ്റെ മെൻറ്റർ ഹരിഹരനുമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റൈലുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് റോഷൻ ആൻഡ്രൂസിൽ കണ്ടിട്ടുണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ആഷിഖ് കപൂർ സിനിമാറ്റോഗ്രാഫർ, അതുപോലെ തന്നെ ദിലീഷ് കരുണാകരൻ, അദ്ദേഹം തിരക്കഥാകൃത്തും കൂടിയാണ്, ടമാർ പടാർ, അതുപോലെ തന്നെ റൈഫിൾ ക്ലബ്ബ്. അപ്പോൾ ഇവരിൽ ചേട്ടൻ കണ്ട സിമിലാരിറ്റീസ് എന്തെങ്കിലും, ചേട്ടൻ്റെ ഗുരുതുല്യരായിട്ടുള്ള ഭരതേട്ടൻ, ഹരിഹരൻ സാറ്, അവരുമായിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസോ കണക്ഷനോ തോന്നിയിട്ടുണ്ടോ? ഭരതേട്ടനൊക്കെ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം സിംപ്ലിസിറ്റിയാണ്, ഭയങ്കര ഈസി ഗോയിങ് ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ ദിലീഷൊക്കെ വളരെ കൂളാണ്. അങ്ങനെ സംവിധായകൻ സെറ്റിലുണ്ടോയെന്ന് പോലും നമ്മൾ അറിയില്ല. അത്ര സൈലൻ്റ് ആണ് പുള്ളി. ആവശ്യത്തിന് മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പുള്ളിക്ക് മോണിറ്റർ റൂമിലിരിക്കും. ഓക്കെ അല്ലേ ചേട്ടാ, ഓക്കെ ചേട്ടാ, നമുക്കൊന്നും എടുക്കാം. അങ്ങനെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് വാങ്ങിക്കാറുണ്ട്. അതല്ലാതെ അവിടെ ഒരു ബഹളം, ഒരു സംവിധായകൻ്റെ വലിയൊരു പ്രഭാവം സൃഷ്ടിക്കാനുള്ള പരിപാടികൾ ഈ പുതിയ ജനറേഷൻപ്പെട്ട ആരും അങ്ങനെ ഞാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഷിഖ് കപൂർ ഒരു പക്ക ക്യാമറമാൻ, ഇത്രയും വലിയ സംവിധായകൻ എന്നുള്ള യാതൊരു ഇമേജും ആ സെറ്റിൽ പുള്ളി പ്രകടിപ്പിച്ചിട്ടില്ല. പുള്ളി ക്യാമറയുടെ പുറകിൽ എപ്പോഴും VFNിലൂടെ നോക്കുക, ലൈറ്റ് എല്ലാം ഓക്കെ, റെഡി സാർ റെഡി ഇതും പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിട്ട്. അങ്ങനെ ഒരു ആഷിഖ് ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. കാരണം ദിലീഷും ആഷിഖൊക്കെ ഭയങ്കര ബോണ്ടിങ് ഉള്ള ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ അവർ കൂടി ആലോചിച്ചൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ എടുക്കില്ല, അല്ലെങ്കിൽ നീ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ആഷിഖിനെ എന്ത് ജോലി ഏൽപ്പിച്ചോ അത് കൃത്യമായിട്ട് ആഷിഖ് ചെയ്യുന്നു. ദിലീഷ് കൃത്യമായിട്ട് ആ ഡയറക്ടറായിട്ട് നിന്ന് നമ്മളിലേക്ക് പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ മേടിച്ചു വാങ്ങുന്നു. ചേട്ടൻ പല തലമുറകളിലുള്ള ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഗുരുതുല്യരായിട്ടുള്ള ഭരതേട്ടൻ്റെ കൂടെയും അതുപോലെ ഹരിഹരൻ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. പിന്നെ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തു. അമൽ നീരദ്, അൽഫോൺസ് പുത്രൻ, റോഷൻ ആൻഡ്രൂസ്, ഇപ്പോൾ ആഷിഖ് കപൂർ, ദിലീഷ് കരുണാകരൻ, ഇവരിൽ നിന്ന് വലിയൊരു വ്യത്യാസം എന്താണ് ചേട്ടന് തോന്നുന്നത്? അല്ല, എല്ലാവരും അവരുടെ ജോലി ചെയ്യുന്ന ഓരോ രീതിയെന്ന് മാത്രമേ ഉള്ളൂ, ഓരോ ആറ്റിറ്റ്യൂഡാണ്. അല്ല, ഒരു ഡയറക്ടർ സ്റ്റൈലിൽ ഒരു വ്യത്യാസം കാണുമല്ലോ. ഇപ്പൊ ടെക്നിക്കലായിട്ടൊക്കെ ഒരുപാട് പഴയ ആൾക്കാരെല്ലാം കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഹരൻ സാറും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സെറ്റിൽ നിന്ന് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് അവർ എക്സ്പെക്ട് ചെയ്യപ്പെടും. അതിൽ നിന്ന് ഒരാൾ സംസാരിച്ച് അവൻ അപ്പം ചിലപ്പോൾ അവിടെ കടത്തി ടിക്കറ്റ് എടുത്ത് കൊടുത്തു കൊടുക്കുകയാണെങ്കിൽ അത്ര സ്ട്രിക്റ്റ്, ആ രീതി സ്ട്രിക്റ്റാണ്. ആരാൾ സംസാരിച്ച് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നുള്ളൂ, ആരാത് സാർ മറ്റേ ഇന്നയാൾ ഇന്ന് തന്നെ കയറ്റി വിട്ടണം. കാരണം അത്ര സ്ട്രിക്റ്റാണ്, ആ ലെവലിലാണ് സ്ട്രിക്റ്റിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോടൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അടൂർ സാർക്ക് അങ്ങനെ, അടൂർ സാർ ഭയങ്കര സ്ട്രിക്റ്റാണ് സെറ്റിൽ, ഭയങ്കര സൈലൻസും കാര്യങ്ങളായിരിക്കണം. പുള്ളി പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേട്ട് അഭിനയിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മനോധർമ്മവും, ഈ കയ്യിൽ നിന്ന് നമ്പർ ഇടുക എന്നുള്ള പരിപാടിയില്ല, അതൊന്നും അവിടെ നടക്കില്ല. പുള്ളി പറഞ്ഞ ഡയലോഗ് പുള്ളി എന്താണ് സീനിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് പുള്ളി പറഞ്ഞു തരുന്ന രീതിയിൽ മാത്രം പെർഫോം ചെയ്യുക. നമുക്ക് സീൻ നേരത്തെ തരാത്തതിൻ്റെ കാര്യം അതാണ്. അടൂർ സാറിൻ്റെ സെറ്റിൽ ഒരാളും സ്ക്രിപ്റ്റ് വായിച്ച് ചരിത്രമില്ല ഒരു ആർട്ടിസ്റ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മമ്മൂട്ടിക്ക് പോലും സ്ക്രിപ്റ്റ് കൊടുത്തില്ലടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ അനന്തരം ഏതോ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ കൊടുത്ത് ചോദിച്ചപ്പോൾ അല്ലാതെ കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്ന ശീലമില്ല ആർക്കും. അപ്പോൾ അത് പുള്ളി പറയുന്നത് നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യും. ഞാൻ ഈ സീൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അരമണിക്കൂർ മുമ്പ് ഈ സീൻ വായിച്ച് നിങ്ങളുടെ തോന്നുന്ന രീതി നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, ഇങ്ങനെയൊക്കെ അഭിനയിക്കാമെന്ന് പ്രിപ്പറേഷൻ എടുത്ത് വെക്കും.
അത് എനിക്ക് എൻ്റെ സിനിമയ്ക്ക് ആവശ്യമില്ല. എനിക്കറിയാം എൻ്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, ചലിക്കേണ്ടത്, അല്ല എങ്ങനെയാണ് ബീഡി പിടിക്കേണ്ടത്, മുണ്ട് മടക്കി കുത്തേണ്ടത്, എല്ലാം പുള്ളി പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ വേറൊരു വലിയ സ്കൂളാണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പലതരം സംവിധായകരുടെ വലിയ പ്രതിഭകളായിട്ടുള്ളവരോട് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഇവരിലൊക്കെ വളരെ കൂളാണ്. അവരവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പുതിയ ജനറേഷൻ നല്ല സിനിമകളാണ് ഇപ്പോൾ വരുന്നതൊക്കെ അല്ലേ. പുതിയ ജനറേഷൻ സിനിമകൾ കൂളായിട്ട് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സമാധാനവും ഒരു ഈസിനെസ്സും ഉണ്ട് എല്ലാ കാര്യത്തിലും. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. മാത്യു, ഇപ്പോൾ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു സീനിൽ കൊടുക്കൽ വാങ്ങലാണല്ലോ കഥാപാത്രങ്ങൾ തമ്മിൽ. പക്ഷേ മാത്യു കൊടുക്കുമ്പോൾ വാങ്ങാൻ ആരുമില്ല. ബ്ലാങ്ക് സ്പേസിലാണ് മാത്യു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫാണ് അത്തരത്തിലൊരു റോള് ചെയ്യാന്നുള്ളത്. നമ്മൾ ബ്ലാങ്ക് സ്പേസിൽ നോക്കി നമ്മൾ ഇമോഷൻസ് എല്ലാം കൺവേ ചെയ്യണം, ആരും ഇല്ലതാനും. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ ദിലീഷ് പോത്തൻ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് എങ്ങനെയാണ് ആ ഇമോഷൻസ് എല്ലാം കൺവേ ചെയ്യുന്നത്? ആളില്ല, അല്ലെങ്കിൽ ഒരു ഈച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഉണ്ണിമായ ചേച്ചി ഉണ്ടാവുമായിരുന്നു. നമുക്ക് വോയിസ് ഡയലോഗ്സ് പറഞ്ഞു തരാൻ ചേച്ചി അവിടെ ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ട്. അപ്പൊ ഒരു ആക്ടറിന്റെ കൂടെ എങ്ങനെയാണ് ഒരു സീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ചേച്ചി ആ എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പൊ സൗണ്ട് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് അഭിനയം അക്കാഡമിക്കലായിട്ട് പഠിച്ച ഒരാളും കൂടെയാണ്. KR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പ്രശാന്തിന് ഈച്ചയായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടായിരുന്നു? ഇല്ലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇന്റേണൽ വേൾഡ് എന്താണെന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ല, ഈച്ചയുടെ അല്ല, പ്രശാന്തിന്റെ തന്നെ കഥാപാത്രം. കാരണം പ്രശാന്ത് ചെയ്തതെല്ലാം കൂടുതലും വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള സൈക്കോ കഥാപാത്രങ്ങളാണല്ലോ. അപ്പൊ അഭിനയം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനകത്തോട്ട് ഇന്റേണൽ വേൾഡ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളിതെല്ലാം ഈ പറയുന്ന 3-4 വർഷം ഇരുന്നിട്ട് ഇന്ന ആളുകൾ ഇന്ന സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർ ഇന്ന മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ച് ഇവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരാളെ മനസ്സിലാക്കാനും അയാൾ എന്തുകൊണ്ടാണ് ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ അത് സ്റ്റാനിസ്ലാവ്സ്കി പറഞ്ഞേക്കുന്ന പോലെ വാട്ട് യു ആർ ഇൻ ലൈഫ് ദാറ്റ് യു ആർ ഓൺ സ്റ്റേജ്. ലൈഫിൽ നമ്മളെ തന്നെയാണ്, ആക്ടിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ തന്നെ മാറ്റുക എന്നുള്ളതാണ് അതിന്റെ. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ബ്ലോക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന അത് അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമുക്കുണ്ടാവും. അപ്പൊ പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ ഇഷ്യൂ അതെങ്ങനെ എന്നൊക്കെ വിചാരിക്കില്ലേ. പക്ഷെ അതൊക്കെ ഒരു മാനസികാവസ്ഥയാണല്ലോ. അപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളായി കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പക്വതയിലേക്ക് വരിക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കഥാപാത്രം ഇപ്പം ഞാൻ പറഞ്ഞ എന്റെ ഒരു ബേസിക് നേച്ചറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കഥാപാത്രമാണ് ഷൈൻ. ഒരിക്കലും ഷൈൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു ചാൻസും അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. എൻ്റെ ഓപ്പോസിറ്റും ഭയങ്കര ഇന്നസെന്റും ആയിട്ടുള്ള ഷൈനെ വേറെ രീതിയിൽ കാണാനായിട്ട് ഈ പറയുന്ന പോലെ ട്രെയിനിങ് സഹായിച്ചിട്ടുണ്ട്. മനോജ് ചേട്ടാ, ഇപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും മലയാളികൾ അവർ സോഷ്യലൈസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അവർ 2 അടിച്ചിട്ടിരിക്കുമ്പോൾ അവർ പാടുന്ന പാട്ടാണ് അന്തിക്കടപ്പുറത്ത്. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോഴും അവർ പാടുന്ന പാട്ടാണ് ആ ഒരു സോങ്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ ആ പാട്ടിന് ഡാൻസ് ചെയ്ത അവസാനം ബോധം കെട്ട് വീണു, എല്ലാരും കൂടെ പൊക്കിയെടുത്തോണ്ട് ബീച്ചായതുകൊണ്ടേ ബീച്ചിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് പോകുമ്പോൾ മണ്ണൊന്ന് ഡ്രൈ ആവും, ഇതങ്ങ് ഇറങ്ങുമ്പോൾ വീണ്ടും ഇവിടെ വളാന്നാവും. അപ്പോൾ അവിടെ നിന്നിട്ടായി ചെയ്യുന്നത്. അപ്പം ചോട് ഉറക്കുന്നില്ലല്ലോ. അപ്പോൾ അത് 2-3 റിഹേഴ്സലും ഒരു 2 ടേക്ക് ഒറ്റ റൗണ്ടല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭരതേട്ടൻ്റെ ഒറ്റ സിംഗിൾ ഷോട്ടൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ അത് മുള്ള ഒറ്റ ഷോട്ടിലാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്ട്രെയിൻ കൂടിയിട്ട് കാലങ്ങ് അങ്ങ് ബലമില്ലാതായി പോയി, അങ്ങ് വീണുപോയി. പക്ഷെ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ വീണത് എന്തായാലും ഓക്കെ ടേക്ക് ആയിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാൻ പറ്റും, അത്രയും ക്ഷീണിച്ചു പോയി. ഇപ്പം ചേട്ടൻ്റെ ദിഗംബരൻ എന്നുള്ള കഥാപാത്രമാണെങ്കിലും ഈ ആക്ടിങ്ങില് ബോഡി ടൂളായിട്ട് ഉപയോഗിക്കുന്ന വളരെ കുറച്ച് നടന്മാരിൽ ഒരാളാണ് മനോജ് ചേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട് ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നതിൽ. ഈ ഒരു ഓൺ സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുന്നതിൽ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ഡയറക്ടേഴ്സ് എന്താണ്? ചിലപ്പോൾ സിനിമയിലുള്ള ആൾക്കാർ പോലും ആയിരിക്കില്ല,
ചേട്ടന്റെ ഒബ്സർവേഷൻ സ്കില്ല് തന്നെ ആയിരിക്കും. അതെങ്ങനെയാണെന്നൊന്ന് അത് പറയാം. ശരി. അല്ലാതെ ദിഗംബരൻ എന്നൊരു ഒബ്സർവേഷൻ യാതൊരു സാധ്യതയില്ല. അങ്ങനത്തെ സാധ്യതയില്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിൽ എവിടെ അതുപോലെ ഇങ്ങനെ ഒരു ബ്ലാക്ക് മജീഷ്യൻ, ദുർമന്ത്രവാദി അങ്ങനെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ആകെ ഉള്ളത് ഈ റൈറ്റർ സുനിൽ പരമേശ്വരൻ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിന്റെ ഒരു ആഴം മനസ്സിലാക്കി അത് ഈ പറഞ്ഞ പോലെ നമ്മളതാവാൻ ശ്രമിക്കുകയാണ്. ഇയാള് തന്നെയാണോ ഞാൻ? അല്ല, ഈ ബോഡി പരിപാടി ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. ഒന്നും എഴുതില്ല. അതാ ഞാൻ ചോദിച്ചത്, ഈ സാധനമൊക്കെ ഇത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം ഓൺ ദ സ്പോട്ട് കൊണ്ടുവന്നാണ്. സന്തോഷ് ഭയങ്കര ഇംപ്രൂവൈസേഷന്റെ ആളാണ് സന്തോഷ്. സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ സാധനം തന്നെ പുള്ളി എല്ലാം മാറ്റി വെച്ചാൽ അത് വേണ്ട ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് എടുക്കുന്നത് അപ്പൊ തോന്നുന്നതായിരിക്കും. അങ്ങനെ പെട്ടെന്ന് തോന്നിച്ചൊരു സംഭവമാണ് ആ ഭാഗ്യരേഖ, ഹൃദയരേഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. സന്തോഷമായിട്ട് ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ആ കൈ ഓരോ മണി ഓരോ പ്രാവശ്യം ഇങ്ങനെ കുത്തുമ്പോൾ നിങ്ങളത് മിസ് ചെയ്യുന്നു, ഓരോ വിലയൂടെ മിസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് മുറിയുമ്പോൾ ആയുർവേദയ്ക്ക് എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ തോന്നും. അതപ്പോൾ ഉണ്ടാക്കിയതാണ്. അത് ആക്ച്വലി എനിക്കൊന്നും സ്ക്രിപ്റ്റിലില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഭയങ്കര കംഫർട്ടബിൾ സോണിൽ ഉള്ള ഒരാളായിരുന്നു എനിക്ക് സന്തോഷമായിട്ട്. കാരണം പെരുന്തച്ഛനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല അടുപ്പമുണ്ട്. പെരുന്തച്ഛൻ്റെ ക്യാമറമാനായിരുന്നു. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അപ്പോൾ ഈ അനന്തഭദ്രം ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ക്യാരക്ടർ എന്തായാലും നമ്മുടെ വേറൊരു തലത്തിൽ നിന്ന് ചെയ്യണം. ഭയങ്കര റിസ്ക്കാണ് ഇത്തരം ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ എടുക്കണ്ടേ. ഇങ്ങനെ ഒരു ക്യാരക്ടർ എവിടെയുടെ ചുമ്മാ ഇവിടെ എന്ന് പറഞ്ഞാൽ പോയാൽ പോയില്ലേ. അപ്പോൾ എന്താ പറഞ്ഞാൽ ആക്ടർക്ക് ഉത്തരവാദിത്വം കൂടും. ഇത് പെർഫോം ചെയ്ത് മാത്രം അടിച്ചേൽപ്പിക്കലാണ്. അടിച്ചേൽപ്പിക്കുകയാണ് ഓഡിയൻസിനെ. ഇങ്ങനെ ഒരുത്തരുണ്ട്, അല്ല ഇയാള് ഞാനാണ്, ഞാൻ ഇങ്ങനെയാണെന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ അതിനകത്തുണ്ട്. അത് ആക്ടർക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ പൊളിഞ്ഞ് പാളീസായി പോകും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കേടെ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് പോയാൽ പോയില്ലേ. അപ്പൊ അതിനൊരു മാജിക് കാണുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിയും മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ സിനിമയുടെ, അതെല്ലാത്തിലൂടെ ഇരുന്ന് ഇതങ്ങ് ഇതായി പോയത്, എൻഹാൻസ് ചെയ്ത് പോയതായി ക്യാരക്ടർ.